Hi friends, welcome back to another video in the exam winning series. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ച് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വരുന്നത് എന്ന് നോക്കണം. കുറച്ച് ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അതിനാൽ തന്നെ എൻക്ലെക്സ് RN മോഡലിലുള്ള കുറേ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ റിഗാർഡിങ് ചെയ്തത് എന്നുള്ളത് പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേരള PSC നടത്തിയ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും തന്നെ കഴിവതും ഒരു 10 വർഷത്തിന് മുമ്പോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ പലയിടത്തു നിന്ന് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ഈ ഓൾഡ് ബുക്സ് കൊടുക്കുന്ന ആ ഒരു സ്റ്റാളുകളിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്കുകൾ ചിലത് കണ്ടെത്താൻ പറ്റി. പിന്നെ PSCയുടെ വെബ്സൈറ്റിനകത്ത് നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ എയിംസ് നോർസെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പല സോഴ്സുകളിൽ നിന്നും ഞാൻ എടുത്തിരുന്നു. സ്ഥിരമായി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള പഠനത്തിനോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഒരു എക്സാം എഴുതാനായിട്ട് ശ്രമിച്ചിരുന്നു. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളുടെ ആൻസറിങ് സ്പീഡ് കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊക്കെ പോയിന്റിലാണ് വീക്ക് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പലരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ മടിക്കുന്നത് തന്നെ അയ്യോ അതിനകത്ത് മാർക്ക് കുറയുകയാണെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കുറയും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഏത് പോയിന്റാണ് വീക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പോയിന്റ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കീയും എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വെബ്സൈറ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതി തുടങ്ങുകയും എല്ലാവരും വിജയത്തിലെത്തുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.